കഴിഞ്ഞ ദിവസം കണ്ട ഒരു സിനിമ അത് ഗൂഗിളിൽ നോക്കിയപ്പോഴത്തേനും മിസ്റ്ററി ത്രില്ലർ എന്ന ജോണറിലാണ് കാണാൻ സാധിച്ചത്. എന്നാൽ സിനിമ കണ്ടു കഴിഞ്ഞ് അതിന്റെ ത്രില്ലർ എലമെന്റിനോട് അല്ലെങ്കിൽ അതിന്റെ ജോണറിനോട് ഇത്രമാത്രം നീതി പുലർത്തി എന്നുള്ളതിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് ഇങ്ങനെ കിടന്നു. എന്നിരുന്നാലും നല്ല സ്ക്രിപ്റ്റ്, സ്ക്രീൻ പ്ലേ, സിനിമാറ്റോഗ്രഫി, നല്ല രീതിയിലുള്ള പെർഫോമൻസ്, മേക്കിംഗ് എന്നിങ്ങനെ ഉള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ഒരു ഡീസന്റ് ആയിട്ടുള്ള ഒരു ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് മൂവി കാണാനായിട്ട് സാധിക്കും. ഒരു സിനിമ അതിന്റെ ക്യാരക്ടർ ഡീറ്റെയിലിങ്ങിലോട്ട് അല്ലെങ്കിൽ ഒരു ആളുടെ ക്യാരക്ടറിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധിക്കുമ്പോഴത്തേനും അതിന്റെ ത്രില്ലർ എന്ന ഒരു ജോണറിനെ ഒരു പൊടിക്ക് മറന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് സിനിമയിൽ കാണാൻ സാധിച്ചത്. പറഞ്ഞു വരുന്നത് വിഷ്ണു വിനയുടെ സംവിധാനത്തിൽ അർജുൻ അശോകൻ നായകനായ ആനന്ദ് ശ്രീബാല എന്ന് പറഞ്ഞ സിനിമയാണ്. തെളിയിക്കും സാർ, അമ്മ സത്യം, വേറെ കേസ് ഞാൻ തെളിയിക്കും. ആനന്ദ് ശ്രീവാല എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറാണ് അർജുൻ ചെയ്തിട്ടുള്ളത്. കഥയുടെ ആരംഭത്തിൽ രണ്ടുപേര് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് തന്റെ മകളെ വൈകുന്നേരം തൊട്ട് മിസ്സിംഗ് ആണ് എന്ന് കംപ്ലൈന്റ് കൊടുക്കും. തുടർന്നുണ്ടാകുന്ന അന്വേഷണത്തിൽ ഒരു ഡെഡ് ബോഡി കണ്ടെത്തുകയും അത് മിസ്സായ കുട്ടിയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്യുന്നു. തുടർന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ അതൊരു സൂയിസൈഡ് ആണെന്ന് തെളിയുകയും മിസ്സായ ആളുടെ കാമുകനെ പ്രേരണക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. തുടർന്ന് 6 മാസങ്ങൾക്ക് ശേഷം ഒരു ന്യൂസ് ചാനലിൽ ക്രൈം ഫയൽസ് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നതായിട്ട് കണ്ടെത്തുകയും അവരുടെ പേരൻസ് ഇപ്പോഴും അതൊരു സൂയിസൈഡ് അല്ല എന്ന് വിശ്വസിച്ച് കേസ് കൊടുത്ത് അതിന്റെ പുറകെ നടക്കുകയാണ് എന്ന് അറിയുകയും ചെയ്യുന്നു. തുടർന്ന് ക്രൈം ഫയൽ സ്റ്റോറീസിന്റെ ഭാഗമായിട്ട് പേരൻസിനെ സമീപിക്കുന്ന ആ ഒരു ടീമിന്റെ കൂടെ ഉണ്ടാവുന്ന ആളാണ് നമ്മുടെ നായകൻ ആനന്ദ് ശ്രീബാല. അവരിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ട് തിരിച്ചറിയുന്നു ഇതൊരു നാച്ചുറൽ ഡെത്ത് അല്ല, ഒരു അൺനാച്ചുറൽ ഡെത്ത് ആണ് എന്ന് തിരിച്ചറിയുകയും അത് ഈ ക്രൈം ഫയൽ സ്റ്റോറീസിലൂടെ പബ്ലിക് അറിയുകയും തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ജുഡീഷ്യറി ഒരു റീഇൻവെസ്റ്റിഗേഷനുള്ള ഓർഡർ പോലീസിന് കൊടുക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും പോലീസിന് കുരുപൊട്ടുമല്ലോ. പോലീസുകാരെ ഈ ആനന്ദ് ശ്രീബാലയായിട്ട് ചെറിയ ഇഷ്യൂ ഉണ്ടായിട്ട് ഇവര് രണ്ടുപേരും പാരലി നടത്തുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രതികളെ കണ്ടുപിടിക്കുന്നതാണ് പടത്തിന്റെ ഒരു വൺ ലൈൻ എന്ന് പറയുന്നത്. ആനന്ദ് ശ്രീബാലയെ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട വന്നപ്പോഴത്തേനും നമ്മുടെ ത്രില്ലർ എലമെന്റിനോട് അവർക്ക് ചെറുതായിട്ടും നീതി പുലർത്താൻ കഴിയാഞ്ഞതായിട്ട് എനിക്ക് ഇങ്ങനെ തോന്നി. എന്നിരുന്നാലും ഡീസന്റ് വാച്ച് ആയിട്ടുള്ള ഒരു മിസ്റ്ററി ത്രില്ലർ ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് മൂവിയാണ് ആനന്ദ് ശ്രീബാല. ത്രില്ലർ എന്ന് പറഞ്ഞ ഒരു എലമെന്റ് ചില ഇടങ്ങളിൽ ഉണ്ട് എന്നുള്ളതിലുപരി നമുക്ക് അതിന്റെ ഒരു പൂർണ്ണ വേർഷനെ കാണാനായിട്ട് സാധിക്കാതെ വരും. എന്നിരുന്നാലും ഞാൻ പറഞ്ഞല്ലോ, നല്ലൊരു സ്ക്രിപ്റ്റ്, സ്ക്രീൻ പ്ലേയിലൂടെ ഒരു പോയിന്റിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഡയറക്ടറിന് പടം ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കുറച്ചങ്ങോട്ട് മാറിപ്പോയിരുന്നെങ്കിൽ വളരെ ബോറായി, ലാഗായി പോവാവുന്ന ഒരു പടമായിരുന്നു ആനന്ദ് ശ്രീബാല എന്ന് പറയുന്നത്. അപ്പം ഒരു ആവറേജ് എക്സ്പീരിയൻസ് തരുന്ന ഒരു അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു തിയേറ്റർ വാച്ച് തരുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക.